നമസ്കാരം. കുറേ നാളായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇതിപ്പോൾ എന്താ സാധനം എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ പേരാണ് ഗോവൻ ചൊറീസോ. ഗോവൻ ചൊറീസോ എന്ന് പറഞ്ഞാൽ ഇതെന്ത് സാധനം എന്ന് നോക്കിണ്ട. ഇത് ചക്കപ്പുഴുക്ക്. നമ്മുടെ പ്ലാവിലെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയതാണ്. അപ്പോൾ ആ ചക്ക ഇട്ട് വരട്ടി അതിൻ്റെ പുഴുക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ചൊറീസോ എന്ന് പറഞ്ഞാലേ വേറെ ഒന്നുമല്ല, ഗോവൻ ഡിഷാണ്. പോർക്ക് ഉണക്കി സ്റ്റഫ് ചെയ്ത് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് വയ്ക്കണ സാധനമാണിത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഗോവയിൽ നിന്ന് വരണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചൊറീസോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരാൾ ഗോവയിൽ നിന്ന് വരുമ്പോൾ ഒരു കുപ്പി അല്ലാതെ വേറൊരു സാധനം പറയണേ. അപ്പോൾ അതുണ്ടാക്കി വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു കുറച്ച് പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഉള്ളി കുറച്ച് കനം കൂട്ടി, പച്ചമുളക്, 2 ടൊമാറ്റോ, ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്ത് സ്വല്പം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ ഈ സാധനം റെഡിയായി. ഒരിടയ്ക്ക് ഗോവയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു 6-7 മാസക്കാലത്തോളം ഞങ്ങളുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ ഗോവൻ ചൊറീസോയും പാവും. അപ്പോൾ അതൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ഡിഷും കൂടിയാണ്. അപ്പോൾ ചക്കപ്പുഴുക്ക് പിന്നെ അറിയാലോ, നമ്മുടെ നാട്ടിലത്തെ സ്ഥിരം സാധനമാണ്. അപ്പോൾ ചക്കപ്പുഴുക്കും ചൊറീസോയും ഇത് പലുവയും മത്തിക്കറിയും പോലെ ഉണ്ടല്ലോ എന്നൊന്നും ആരും പറയരുത്. ഇതിപ്പോൾ ഏതാണ്ട് നല്ല ഡിഷിൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റോളമായി കുക്കാവണം. ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് അന്വേഷിച്ച് വരുന്നതുകൊണ്ട്. അപ്പോൾ ചക്കപ്പുഴുക്ക് റെഡിയായി. ചക്ക വേവിച്ചു. അതിനകത്ത് കുറച്ച് മുളകും ഇതൊക്കെ ഇട്ടിട്ട് ടെമ്പർ ചെയ്തു. സംഭവം റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാവിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് കണ്ണാണ് നമ്മുടെ പ്ലാവ്. ഒരുപാട് ചക്കയുണ്ട്. ചക്ക പഴുക്കണൊക്കെ ഉള്ളൂ. കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളൊക്കെ ഇനി ഇത് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചും ഡിന്നറും ഒക്കെ. അത് ഒരു താമര ഒക്കെ നല്ല റെഡി ആയിട്ടൊക്കെയുണ്ട്. അതിൻ്റെ വിശേഷമൊക്കെ അടുത്ത പ്രാവശ്യം പറയാം. അപ്പം നല്ല വിശപ്പ്. അപ്പോൾ ചൊറീസോ കൂട്ടിയിട്ട് ചക്കപ്പുഴുക്ക് തിന്നാൻ പോവാണ്. അപ്പോൾ ചൊറീസോ ഗോവയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരണ്ടി പറഞ്ഞു. ഇത് നഷ്ടമാവില്ല, ഉഗ്ര സാധനമാണ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതിൻ്റെ അഡിക്റ്റ് ആവും. അപ്പോൾ ഇത് അടുത്ത് നമ്മുടെ ചക്കപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ചക്കപ്പുഴുക്കാണ്. ഈ 2026 ആദ്യത്തെ ചക്കപ്പുഴുക്ക് കഴിക്കാൻ പോവാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചൊറീസോയും റെഡിയാണ്. അപ്പോൾ ഇത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ചൊറീസോ ഒക്കെ ഒന്ന് കഴിച്ചിട്ട് പറയാം. ഇതിൻ്റെ മണമുണ്ടല്ലോ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്, പിടിച്ചിരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കിയത്തെ വിശേഷം പറയാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടോ. ഞാൻ അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ തരാം. ഓക്കെ, അപ്പോൾ ശരി.